നമസ്കാരം. ഞാനേ മക്കളെ ഇവിടെ ഒരു മ്യൂസിക് ക്ലാസ് ഉണ്ട്. കാലിക കൊണ്ടുവന്ന ഒരു 1.5 മണിക്കൂർ സമയമുണ്ട്. അപ്പം നേരം പോകാൻ വേറെ വഴിയില്ല. തൃശ്ശൂർ അരിയങ്ങാടിയുടെ ഉള്ളിൽ കൂടെ നടക്കാം. ഇന്ന് ഞായറാഴ്ച കാരണം അരിയങ്ങാടിയിലൊന്നും ആരുമില്ല. തീരെ ഷോപ്പുകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഞായറാഴ്ചയിനുള്ളൊന്നും ആരും ഉണ്ടാവില്ല. അത് കാരണം വളരെ സൈലൻ്റാണ്. അരിയങ്ങാടിയിലൊന്നും വളരെ ക്ലിയറായിട്ട് കിടക്കാം. ഒരു ദിവസം ഇതിലൂടെ നടക്കാൻ സാധാരണ ദിവസങ്ങളിലൂടെ വന്നു കഴിഞ്ഞാൽ കാലുകുത്തുന്ന സ്ഥലം ഉണ്ടാവില്ല. ഇത്രയും തിരക്കായിരിക്കും. തൃശ്ശൂരിൻ്റെ ഒരു ഹൃദയഭാഗത്തുള്ള ഒരു കച്ചവട സ്ഥലമാണ്. അങ്ങനെ പല ഇടവഴികളുണ്ട് സൈഡിലൊക്കെ. അപ്പോൾ അതിലൂടെയുള്ളൊരു യാത്ര. നമുക്ക് 5 വിളക്കുണ്ട്. ഇപ്പോൾ 5 വിളക്കിൻ്റെ അതുവരെ പോയി വരാം. ഇതിങ്ങനെ അറ്റത്തോട്ടുണ്ട്. അതിൽ മറ്റേ പ്രാഞ്ചിയേട്ടൻ സിനിമയിൽ പറയുന്ന അരിയങ്ങാടിയെ കുറിച്ച് പറയുന്നതൊക്കെ ഇതിനെ കുറിച്ചിട്ടാണ്. ഇതാണ് 5 വിളക്ക്. ഇവിടെ നിന്നോട്ട് അരിയങ്ങാടി തിരിച്ചു നടക്കാം. നല്ല വെയിലാണ്. നല്ല വെയിലുണ്ട്. മഴ മാറിയെങ്കിൽ ഭയങ്കര വെയിലാണ്. അതായത് തിരിച്ചു നടക്കും. ഇതിൽ തിരിച്ചു പോയിട്ട് പുത്തമ്പള്ളിയുടെ അതിലങ്ങനെ റൗണ്ട് ചെയ്ത് വരാം. വെള്ളപ്പങ്ങാട്ടിൽ ഇതിൽ അങ്ങോട്ട് വരാം. എനിക്ക് അവിടെ ഒരു അശ്വതി ചിപ്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അവിടെ കുറച്ച് ചിപ്സും സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ നമുക്ക് ആ ഭാഗത്തേക്ക് പോകും. ഇതാണ് പുത്തമ്പള്ളിയുടെ അവിടെ എത്താറായി. പുത്തമ്പള്ളിയുടെ ചുറ്റുമാണ് തൃശ്ശൂരത്തെ പ്രധാനപ്പെട്ട ഹോൾസെയിൽ കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പുത്തമ്പള്ളി അതിൻ്റെ പരിസരങ്ങളിലാണ്. ഇത് കാണുന്നതാണ് പുത്തമ്പള്ളി. ഇതാണ് അശ്വതി ചിപ്സ്. ഇതിനപ്പുറത്താണ്. ഷോപ്പ് തുറന്നിട്ടില്ലേ? തുറന്നത്. കൊള്ളി വറുത്തുണ്ടോ? അവരുടെ അശ്വതി ചിപ്സിൽ അവരുടെ ചിപ്സും കാര്യങ്ങളൊക്കെ കൊള്ളാം. കുഴപ്പമില്ല, നല്ലതാണ്. നല്ല സാധനങ്ങൾ ഞാൻ ഇടയ്ക്ക് മേടിക്കാറുണ്ട്. ഈ ഭാഗത്ത് വരുമ്പോൾ ഇവിടുന്ന് മേടിക്കും, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് നിന്ന് മേടിക്കാറുണ്ട്. ഇതാണ് വെള്ളപ്പങ്ങാടി. അവിടെ ഇന്ന് ഞായറാഴ്ച കാരണം ഇവിടെയൊക്കെ തിരക്ക് കുറവ്. ആരുമില്ല. രാവിലെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവും. രാവിലെ പുത്തമ്പള്ളിയിലൊക്കെ വന്ന് പോകുന്നവരുടെയൊക്കെ തിരക്കുണ്ടാവും. കഴിഞ്ഞ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ തിരിച്ച് ഞാൻ പഴയ സ്ഥലത്തേക്ക് നടക്കുന്നു. എൻ്റെ ക്യാമറ ഭയങ്കര ഷേക്കാണ്. സാധാരണ ഫോണിലാണ് ഞാനത് ഷൂട്ട് ചെയ്യണം. അപ്പോൾ വേറെ മാറിയിട്ടൊരു കുറച്ചും കൂടി സ്റ്റെബിലൈസേഷനൊരു ഫോൺ എടുക്കണം. സാധാ ഫോണാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഷേക്ക് ഉണ്ടാവും. കാര്യമൊക്കെ ഉണ്ടാവും. വേറെ ഒരു രസത്തിന് ചെയ്യണതാണ്. എൻ്റെ ഒരു യൂട്യൂബർ ആവാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമല്ല കേട്ടോ. ഒന്നല്ല, വെറുതെ ചുമ്മാ എടുക്കണം. ഇത് ആദംബസാർ. ഇതിനുള്ളിലാണ് നമ്മുടെ എൻ്റെ പിള്ളേരുടെ മ്യൂസിക് ക്ലാസ്. ജിമ്മി മാഷ് എന്നുണ്ട്. ഹാർമണി ഇൻസ്റ്റിറ്റ്യൂട്ട്. ഹാർമണി തൃശ്ശൂരത്തെ ഒരു ഫേമസ് ആണ്. തൃശ്ശൂരെന്നല്ല, പുള്ളി ഓൺലൈനായിട്ട് ഒരുപാട് ആളുകൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. അതിലൊരു 10-26 വർഷത്തോളമായിട്ട് നടത്തുന്ന സാധനമാണ്. ഇതിന് മുകളിലാണ് ഹാർമണി ഇൻസ്റ്റിറ്റ്യൂട്ട്. ഞാൻ അതിൽ മുകളിലേക്ക് കയറണില്ല.